പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ കിളിമഞ്ചാരോ ട്രെക്കിങ്ങിൻ്റെ 6ാം ദിവസമാണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ 3 മണിക്കൂർ ട്രെക്ക് ചെയ്ത് ബേസ് ക്യാമ്പിലെത്തും. കിളിമഞ്ചാരോയുടെ ബേസ് ക്യാമ്പിലെത്തും. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം ഇന്ന് നൈറ്റിലാണ്, ഇന്ന് ഏർലി മോർണിംഗ് മീൻസ് ഒരു 12 o'clock കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കിളിമഞ്ചാരോ സബ്മിറ്റിന് വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേസ് ക്യാമ്പ് വരെ പോകുന്നതിൻ്റെ വീഡിയോ ആണ്. ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. കണ്ടോ, ഇതായിരുന്നു എൻ്റെ ടെൻറ്റ്. അവരെല്ലാം പാക്ക് ചെയ്യാണ്. കണ്ടോ, ഇവർ എല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ അവിടെ കണ്ടോ കിച്ചൺ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇതിലെയാണ് ഇനി പോകേണ്ടത്. ആ ഭാഗത്തൂടെ ഇനി പോകണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓൾ സെറ്റാണ്. നമ്മൾ 3 ലെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മൾ ജാക്കറ്റ് എടുത്തിട്ടുണ്ട്, ബാഗിൽ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ വേണ്ടി വന്നാൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലെത്തി സോളോ ട്രക്കിങ് ചെയ്യുന്നു. ഭയങ്കര ഒരു സന്തോഷം. കാരണം മെൻ്റലി ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഫിസിക്കലി ഓക്കെയാണ്. ബട്ട് ഓരോ ദിവസം ട്രെക്കിങ്ങിൻ്റെ ഇത് കൂടിക്കൂടി വരികയാണ്. ഇന്ന് വലിയ കുഴപ്പമില്ല. ഇന്നലെ മിനിഞ്ഞാന്നും നല്ല ഹാർഡായിരുന്നു. ഇന്ന് വലിയ പ്രശ്നമല്ല. അന്ന് പറഞ്ഞേക്കുന്ന അറിയില്ല, പോകുമ്പോൾ അറിയാം. പക്ഷെ നമ്മൾ നടന്നു തുടങ്ങുമ്പോഴത്തേക്കും കിതയ്ക്കും. ഇതേ കണ്ടോ, ബാക്കിലത്തെ ഒരു വ്യൂ നോക്കി കണ്ടോ, അടിപൊളിയല്ലേ. അതെ, സൂര്യൻ അവിടെ ഉദിച്ച് വരുന്നു കണ്ടോ. ഇന്ന് നമ്മൾ എത്താൻ പോകുന്നത് ബറഫു എന്ന് പറഞ്ഞ ക്യാമ്പിലാണ്. അതാണ് കിളിമഞ്ചാരോയുടെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ന് എത്തുന്നത്. പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ആൾക്കാർ കയറി പോകുന്നുണ്ടോ, കണ്ടോ, ലൈനായിട്ട് പോകുന്നുണ്ടോ. അതിൻ്റെ ടോപ്പിലെത്തിയിട്ട് ഇനിയും ഡൗണിൽ ഇറങ്ങിയിട്ട് പിന്നെയും ടോപ്പില്ല. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. കുറേ ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട്, ആ ഭാഗത്തു നിന്ന്. പിന്നെ കണ്ട ക്യാമ്പുകൾ ഇവിടെ വേറെ കമ്പനിയുടെയാണ്. ഇവരൊക്കെ റെഡി ആവുന്നതേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ നടന്നു തുടങ്ങുകയാണ്. ഫുൾ സ്റ്റീപ്പായിട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് കിതയ്ക്കും. എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ നടക്കത്തില്ല. ഞാൻ ഈ വഴി കാണിച്ചു തന്നാണ്. ഇത് ഫുള്ള് കയറണം. ഫുള്ളെന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രമാത്രം സ്റ്റീപ്പാണെന്നുള്ളത്. അപ്പോൾ ഭയങ്കര സ്ലോലി, ഓരോ സ്റ്റെപ്പും സ്ലോലി മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് സ്റ്റീപ്പായിട്ട് എടുക്കും. അപ്പം പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാം. ഇതേണ്ട, നമ്മളിപ്പോൾ വന്ന വഴി എന്ന് പറയുന്നത് ആ താഴെയാണേ. അവിടുന്ന് ഇപ്പം ഒരു പകുതി വഴി എത്തി. പിന്നെ അങ്ങനെ കുറേ മേളിലോട്ട് ഇനി കയറാനുണ്ട്. നമ്മുടെ സൈഡിൽ തന്നെ നമുക്ക് കിളിമഞ്ചാരോ കാണാം. എവിടെയോ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, കാണത്തില്ല. കണ്ടോ, ആൾക്കാരൊക്കെ വരുന്നുണ്ടോ. അടിപൊളി വ്യൂ ആണല്ലേ. ഈ മല ഫുള്ള് നമ്മൾ കയറി. കണ്ട ആൾക്കാർ വരുന്നേ. ഇവരൊക്കെ കണ്ട് എന്തുമാത്രം വെയിറ്റാണ് എടുത്തുകൊണ്ട് പോകുന്നത് നോക്കി. പോർട്ടേഴ്സൊക്കെ ഇവർ സമ്മതിക്കേണ്ടതല്ലേ. കാരണം നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ വേറെ വഴിയൊന്നുമില്ല. ഇവർ ആൾക്കാർ തന്നെ വേണം ഇത്രയും സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ. അല്ലാണ്ട് നമ്മൾ ഇവിടെ കുതിരയോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സൗകര്യം അങ്ങനെയൊന്നുമില്ല. ഈ പോർട്ടേഴ്സ് തന്നെയാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, എല്ലാം ബാത്റൂം ഉൾപ്പെടെ, നമ്മുടെ ടേബിള്, നമുക്ക് ഫുഡ്, നമ്മുടെ ടെൻറ്റ് എല്ലാം ഇവരാണ് കൊണ്ടിരുന്നത്. അവരെ സമ്മതിക്കേണ്ടതല്ലേ. ഈ ഒരു മല എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കാണുന്നതല്ല, സ്റ്റീപ്പായിരുന്നു. അത്രയ്ക്കും ഭയങ്കര ഹെവി ആയിരുന്നു. അങ്ങനെ ഇത്ര സാധനവും എടുത്തുകൊണ്ട് ഇവർ കയറി വരുന്നൊന്ന് നോക്കിയേ. കണ്ടോ, എന്ത് കഷ്ടമാണല്ലേ. എന്തൊരു അവരുടെ ഒരു അവസ്ഥ നോക്കി. നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഇങ്ങനെ ബാക്കിലും തലയിലും എല്ലാം കണ്ടോ വെച്ച് സാധനം വെച്ച് നടക്കുന്നത്. ജാംബോ I'm good. How are you? I'm good. കിളിമഞ്ചാരോയുടെ ഒരു താഴേന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, താഴേന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്.
What is this? Wind direction. Wind. Okay. കാറ്റിൻ്റെ ഡയറക്ഷൻ അറിയുന്ന സാധനമാണിത്. ഓ, എന്താ ഒരു വ്യൂ അല്ലേ, നോക്കിയേ, അടിപൊളി വ്യൂ അല്ലേ. അവരുടെ തല അവർ കൈ പോലും പിടിച്ചിട്ടില്ല, കൈ തലയിൽ ഇങ്ങനെ സാധനം വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഓക്കെ, എന്തോരം നാളെ സാധനങ്ങളുണ്ടോ, അങ്ങനെ കണ്ട് വരുന്നുണ്ടോ, അങ്ങനെ വരുന്നുണ്ടോ ആൾക്കാർ, ആ ഭാഗത്തൂന്ന് വരുന്നുണ്ട് കേട്ടോ. എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ ഒരു ഫുള്ള് ഒരു മലയെന്നൊന്നും പറയാൻ പറ്റില്ല, അതിനേക്ക് 2 മല കയറിയെന്ന് തോന്നുന്നു, അത്രയും കയറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടോപ്പിലെത്താറായി. തണുപ്പുണ്ട്, നല്ലോണം തണുപ്പുണ്ട്. പിന്നെന്താ, ഇങ്ങനെ അങ്ങ് പോവാ, പതുക്കെ പതുക്കെ ഇങ്ങനെ പോയാൽ മതി. ഇതൊക്കെ ഇങ്ങനെ പാറക്കല്ലുകളുണ്ടോ, ഇതൊക്കെ നമ്മൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇന്നലെ വന്ന വഴിക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് വീണു. വേറെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ബ്രേക്കാണ്, വാട്ടർ ബ്രേക്ക്. വാട്ടർ ബ്രേക്ക്. ഓക്കെ, കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു, പിന്നെ വെള്ളം കുടിച്ചു. എന്നിട്ട് ഇറങ്ങി വരുന്ന ഒരു വഴി കണ്ടോ, ഭയങ്കര പോർട്ടേഴ്സൊക്കെ ഭയങ്കര നല്ലതായിട്ട് ഇറങ്ങി വരും, പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതുപോലെ സ്റ്റീപ്പായിട്ട് ഇങ്ങനെയുള്ള വഴിയാണ്, അതിലേക്കുള്ള പിടിച്ചിറങ്ങിയില്ലെങ്കിൽ താഴെ അങ്ങനെ കിടക്കും, അവിടെ കിടക്കും. ഇനി എന്താ ഇങ്ങനെ പോകണം, പോയി ഇതാണ്ട് ആ വഴിക്കൂടെ കയറി നമ്മുടെ മേളിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബറാഫു ക്യാമ്പ് എത്തി, ബേസ് ക്യാമ്പ്. നമ്മുടെ ബേസ് ക്യാമ്പ് ഇന്ന് പോയി നേരത്തെ സ്റ്റേ ചെയ്ത് നമ്മൾ റെസ്റ്റ് എടുത്ത് നാളത്തേക്കുള്ള എല്ലാം എല്ലാത്തിനും വേണ്ടി, നാളെ ആണല്ലോ നമ്മുടെ ബിഗ്ഗസ്റ്റ് ഡേ എന്ന് പറയുന്നത്, അതിന് വേണ്ടി എല്ലാം അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആവണം. ഈ വഴിയാണ് പോകേണ്ടത്. ആ ടോപ്പിൽ കാണാം നമ്മുടെ ക്യാമ്പ് കണ്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് താഴോട്ടിറങ്ങിയിട്ട് ആ മല ഫുള്ള് കയറിയാൽ നമ്മുടെ ക്യാമ്പിലെത്തും. കാണാമോ, അവിടെയാണ്. പോലെ പോലെ നമ്മൾ കയറി വന്നത് അങ്ങനായിരുന്നേ. കുറച്ച് ദൂരം ആയിട്ടുണ്ട്, ഇനിയും ഉണ്ട് നമുക്ക് നടക്കാൻ. ഇനിയും കുറേ ദൂരമുണ്ട്. നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം പുറത്തുനിന്നുള്ള ഫോറിനേഴ്സാണ് ഈ കാണുന്നവരെല്ലാം. വലിയ ഗ്രൂപ്പിലാണ്, നല്ല കഥയ്ക്കുന്നുണ്ട്.
നമ്മളിപ്പം കുറേ ഇങ്ങനെ നടന്ന് ഇവിടെ വരെ എത്തി. ഇനിയുമാണ് വെരി ഡേഞ്ചർ. ഇനിയും നമ്മൾ കയറാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഈ കയറാൻ പോകുന്നത്. ഞാൻ കാണിച്ചിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സ്മോൾ പൊട്ടുപൊട്ടായിട്ട് ആൾക്കാരിങ്ങനെ പോകുന്നുണ്ടോ? അതിൻ്റെ ടോപ്പിൽ ഇനി എത്തണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കയറ്റമല്ല, ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ അത് ഫുള്ള് കയറെങ്കിൽ നമ്മൾ ബേസ് ക്യാമ്പ് എത്തുള്ളൂ, ബറാഫു ക്യാമ്പ് എത്തുള്ളൂ. നോക്കി ഇതിപ്പം പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ജാമ്പോ അപ്പം ഇനി കയറാൻ പോകണ്ടോ? ലാസ്റ്റ് ടോപ്പിലായിട്ട് എത്തണം. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടോയെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് കാറ്റിന് അടിക്കുന്ന ഫീൽ കിട്ടുന്നുണ്ട്, പക്ഷെ സൗണ്ട് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് വഴി. ഇതുണ്ടോ വഴിയുണ്ടോ? മൊത്തം പാറയാണേ, പാറക്കല്ലുകൾ കണ്ടോ? പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കിളിമഞ്ചാരോയിലേക്ക് പോവാണേ. ഇപ്പം 8:15 കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ക്യാമ്പിൽ നിന്ന് തിരിച്ചത്. ആ കാണുന്നുണ്ടോ? അതാണ് ഹെലിപ്പാഡ്. ഞാൻ കാണിക്കുന്ന ഒരു പോയിന്റ് കണ്ടോ? അവിടാണ് ഹെലിപ്പാഡ്. അത് റെസ്ക്യൂ പോയിൻ്റാണ്. എന്തെങ്കിലും ഇവിടെ നിന്ന് പ്രശ്നമുള്ളവരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ ആയിരിക്കും ഹെലികോപ്റ്റർ വരുന്നത്. അപ്പം നമുക്ക് ഹെലികോപ്റ്ററിൽ കയറി താഴേക്ക് പോകാൻ പറ്റും. നമ്മളിവിടെ ഇത് ബേസ് ക്യാമ്പാണ്. ബേസ് ക്യാമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കിളിമഞ്ചാരോ സബ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന വഴിയും ഇതാണ് ഡിസെൻഡിങ്. ഇതാണ് ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ആ വഴി കൂടെ കണ്ടോ? ആ വഴി കൂടാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി. ആ ഒരു ഹൈറ്റൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്തും, നമ്മുടെ ടെൻറ്റിലെത്തും, നമ്മൾ ബേസ് ക്യാമ്പിലെത്തും. ഇപ്പോൾ തന്നെ അവിടെ പോയി റെസ്റ്റ് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി ഇന്ന് രാത്രി നമ്മൾ സബ്മിറ്റിന് വേണ്ടി പോകും. ഓക്കെ, നമ്മളങ്ങനെ പകുതി ദൂരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുറേ ദൂരം ഇങ്ങനെ ഹൈറ്റിലേക്ക് കയറി വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നടന്നിങ്ങി പോന്നു, എത്താൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നടന്നിങ്ങി പോന്നു. 2 സ്റ്റിക്കും പിടിച്ചിട്ടാണ് നടന്നത്. അതുകൊണ്ട് ഒരിടത്ത് പോലും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിൽക്കാതെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. തലവേദന അല്ലെങ്കിൽ സിക്നസ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് പോകണമെന്നാണ് പറയുന്നത്. എൻ്റെ അങ്ങോട്ട് നോക്കിയേ, ഒരു മൗണ്ടൻ കണ്ടോ? ഞാനും എൻ്റെ ഗൈഡും കൂടെ സുസൈൻ ബ്രോ അങ്ങനെ. ഓക്കെ, ഇവിടെയാണ് എല്ലാവരും സ്റ്റേ ചെയ്യുന്നത് ബേസ് ക്യാമ്പിൽ. അവിടെ നമ്മൾ പോയി സബ്മിറ്റ് ചെയ്തിട്ട് വരുന്നവരും സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരും എല്ലാം സ്റ്റേ ചെയ്യുന്നില്ല. കണ്ടേ, ഒരുപാട് ക്യാമ്പുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഫുള്ള് ക്യാമ്പുകൾ. ബറാഫു ക്യാമ്പ് എന്നാണ് ഈ ക്യാമ്പിൻ്റെ പേര്, ബറാഫു ക്യാമ്പ്. നമ്മൾ നാളെ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നാളെയല്ല, ഇന്ന് രാത്രി പോകാൻ പോകുന്നതുകൊണ്ട് ആ ഒരു മൗണ്ടൻ അങ്ങനെ കയറി അവിടെയാണ് സ്റ്റെല്ല പോയിൻ്റ്. സ്റ്റെല്ല പോയിൻ്റ് ചെന്നതിന് ശേഷമാണ് നമ്മൾ ഉഹ്റു പീക്കിലേക്ക് പോകുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് ബറാഫു ക്യാമ്പിൻ്റെ അവിടുത്തെ നമ്മുടെ ഒരു ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഇവിടുത്തെ എലവേഷൻ എന്ന് പറയുന്നത് 4673 മീറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നാളെ നമ്മൾ സ്റ്റെല്ല പോയിന്റിൽ പോകുന്നത് 4.3 കിലോമീറ്റർ, 6 മണിക്കൂർ കൊണ്ടേ അത്ര എത്താൻ പറ്റുള്ളൂ. ഇവിടുന്ന് 7 മണിക്കൂർ വേണം. 5 കിലോമീറ്ററാണ് ഉഹ്റു പീക്ക്, നമ്മുടെ കിളിമഞ്ചാരോയുടെ ടോപ്പിലെത്തുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 6ാം ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ബേസ് ക്യാമ്പിലെത്തി. കിളിമഞ്ചാരോയുടെ ബേസ് ക്യാമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഇന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. 3 മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തിച്ചേർന്നു, ബേസ് ക്യാമ്പിലെത്തി. ഇന്നിപ്പോൾ 11:30, 8:15 അവിടുന്ന് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്
11:15 കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നു. കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പോൾ എല്ലാം പ്രോപ്പറായിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എന്നാലും പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സബ്മിറ്റ് വീഡിയോ ആയിരിക്കും, കിളിമഞ്ചാരോ സബ്മിറ്റ് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.